ഹായ്, വെൽക്കം ബാക്ക് ടു ടാൻകൂർ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. ഞാനിന്ന് വന്നേക്കുന്ന ഒരു അടിപൊളി ട്രീ റോസിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. ട്രീ റോസ് അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റാൻഡിങ് റോസ് എന്തൊക്കെയാണ് ഈ ഒരു പ്ലാന്റ് അറിയപ്പെടുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല ഹൈറ്റുള്ള ഒരു ഭംഗിയുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ ഈ ട്രീ റോസ് എന്ന് പറയുന്നത്. താഴേന്ന് ഇങ്ങനെ ഒരു കൗല് പോലെ നീണ്ടു വന്നിട്ട് ഏറ്റവും അറ്റത്തായിട്ട് പ്ലാന്റ്സ് ഇങ്ങനെ ഫ്ലവറിങ് ആയി നിൽക്കും. നമ്മുടെ ഒരു പൂമരം കണ്ടിട്ടില്ല, അതുപോലെ ആയിരിക്കും ഇതിൻ്റെ ഫ്ലവറിങ് ഉണ്ടാകും. നല്ല രസമാണ് കാണാനായിട്ട്. ഇതൊക്കെ നമുക്ക് സെയിലിനുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ. കണ്ണിൽ എന്ത് രസമായിട്ടാണ് പൂത്തുലഞ്ഞ് നിൽക്കുന്നതെന്നുള്ളത്. ഏറ്റവും അറ്റത്ത് വന്നിട്ട് അതേ പൂമൊട്ടുകളും പൂങ്കുലകളും ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ തന്നെ ഡബിൾ ഷെയ്ഡ് വരുന്നതുണ്ട് കേട്ടോ. ഒരു പ്ലാന്റിൽ തന്നെ രണ്ട് പൂക്കൾ വരുന്നത്, രണ്ട് കളർ ഷെയ്ഡിൽ പൂക്കൾ വരുന്നതും അവൈലബിൾ ആണ് കേട്ടോ. ഇപ്പോൾ ഏതാണ് ഇത് ഗല്ലിക്ക റോസ് ആണ്. ഗല്ലിക്ക റോസ് എന്ന് പറയുന്ന വെറൈറ്റി ആണ്. ഇതിൻ്റെ തന്നെ കുറേ പ്ലാന്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബട്ടർഫ്ലൈ റോസ്, ആപ്രിക്കോട്ട് റോസ്, അങ്ങനെ ഒരുപാട് റോസസ് ഇതിൽ ചെയ്തെടുത്തേക്കുന്നത് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് വേറൊരു വെറൈറ്റി മജന്ത ഫെയറി റോസാണ് കേട്ടോ. ഇത് എന്ത് രസമായിട്ടല്ലേ ഈ ഒരു പ്ലാന്റ്സ് അവർ ചെയ്തേക്കുന്നത്. നല്ല രസമാണ്. നല്ലൊരു ഹൈറ്റിനൊരു റോസ് ഇങ്ങനെ വന്നിട്ട് അതിൻ്റെ അറ്റത്തായിട്ടാണ് ബഡ് ചെയ്ത് പിടിപ്പിച്ചേക്കുന്നത്. ഒരു അടിപൊളി വെറൈറ്റി തന്നെയാണ്. ഇത് ഫ്ലോറിബണ്ട റിച്ച് റെഡ് ആണ്. ഫ്ലോറിബണ്ട റിച്ച് റെഡ് ഉണ്ട്, മിഡ് നൈറ്റ് ബ്ലൂ വരുന്നുണ്ട്. സാധാരണ നമ്മൾ റോസ് നിൽക്കുന്നതിനേക്കാളും കുറച്ച് ഗമയായിട്ട് തന്നെ ഈ ഒരു പ്ലാന്റ്സ് നമ്മുടെ ഗാർഡനിൽ നിർത്താനായിട്ട് പറ്റും. നമ്മൾ നിലത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഹൈറ്റിന് ഇങ്ങനെ നിന്നിട്ട് ഒരു ചെറിയ മരം നിന്നിട്ട് അതിന് നിറയെ പൂക്കൾ ഉണ്ടാവുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഇത് വന്നിട്ട് അടുത്ത വെറൈറ്റിയാണ്. മിഡ് നൈറ്റ് ബ്ലൂവിൻ്റെ തൈകളാണ് കേട്ടോ. മിഡ് നൈറ്റ് ബ്ലൂ ഉണ്ട്, പിന്നെ നമ്മുടെ പിങ്ക് വൈറ്റ് കമ്മൽ റോസ് ഉണ്ട്, ബർത്ത്ഡേ പാർട്ടി റോസ് വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് വെറൈറ്റീസാണ് കേട്ടോ ഉള്ളത്. ഇത് ഗല്ലിക്ക റോസാണ് കേട്ടോ. ഇത് എങ്ങനെയായിരിക്കും ഇത് ഉണ്ടാവുക ഞാനൊന്ന് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. ഒരു കമ്പ് പോലെ വന്നിട്ട് അതിൻ്റെ അറ്റത്തായിട്ടാണ് ബഡ് ചെയ്ത് പിടിപ്പിച്ചേക്കുന്നത്. കണ്ടില്ല എന്ത് രസമായിട്ടാണ് നിൽക്കുന്നതെന്ന് നോക്കിയേ. ഇത് നമ്മുടെ ഗാർഡനിലൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക അട്രാക്ഷൻ തന്നെ ആയിരിക്കും കേട്ടോ ഈ ഒരു പ്ലാന്റ്. ഇത് ഗല്ലിക്ക റോസിൻ്റെ ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ഇതിൻ്റെ അടുത്ത പ്ലാന്റ് ഇങ്ങനെയാണ്, കുറച്ച് ബുഷിയായിട്ട് നിൽക്കുന്നതാണ് ഗല്ലിക്ക റോസിൻ്റെ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത്. ഓരോ പ്ലാന്റും ഒന്നിൽ ചിലപ്പോൾ എന്താ പറയുക ബുഷായിട്ടായിരിക്കും, ചിലപ്പോൾ നീളം വെച്ചിട്ടൊക്കെ ആയിരിക്കും ഈ ഒരു പ്ലാന്റ് നിൽക്കുക എന്ന് പറയുന്നത്. ഇത് അടുത്ത ഗല്ലിക്ക റോസാണ് കേട്ടോ. അപ്പോൾ 3 പ്ലാന്റ്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് കമ്മൽ റോസ് ആണ്. കമ്മൽ റോസ് എന്ത് രസമായിട്ടാണ് നമ്മുടെ ചട്ടിയിൽ തന്നെ കമ്മൽ റോസ് നിൽക്കുമ്പോൾ ഒരു പ്രത്യേക അട്രാക്ഷനാണ്. അപ്പോൾ പിന്നെ ഇതിൻ്റെ കാര്യം എടുത്ത് പറയേണ്ടതില്ലല്ലോ. പിന്നെ ഇതും നല്ലതുപോലെ ഫ്ലവറിങ് ആയിട്ട് നിൽപ്പുണ്ട് ഈ ഒരു വെറൈറ്റി എന്ന് പറയുന്നത്. ഇതും നല്ലതുപോലെ തന്നെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇങ്ങനെ കൊലകുലയായിട്ട് പൂത്ത് നിൽക്കുന്നത് കാണാനായിട്ട് എന്ത് രസമാണെന്ന് അറിയാമോ. അപ്പോൾ ഇതിൻ്റെ ഡബിൾ ഷെയ്ഡ് വരുന്നതും സിംഗിൾ ഷെയ്ഡ് വരുന്നതൊക്കെ ആയിട്ടുള്ള ഒരുപാട് പ്ലാന്റ്സ് നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി പ്ലാന്റ്സ് നമുക്കിപ്പോൾ സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട്. അതും കുറഞ്ഞ വിലയിലാണ് കേട്ടോ സ്റ്റാൻഡിങ് റോസ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർ ചെയ്യാനുള്ളത് ഇതിൽ കൊടുത്തേക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇടുക. നിങ്ങൾക്ക് ഏത് പ്ലാന്റാണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇതിൽ വീഡിയോയ്ക്കകത്ത് കാണിച്ചിട്ടുള്ള എല്ലാ കളേഴ്സും നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ വേണ്ടവർ വേഗം തന്നെ വാട്സപ്പ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് വളരെ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. നിങ്ങൾക്ക് ഡയറക്റ്റ് നമ്മുടെ ഔട്ട്ലെറ്റിൽ വേണമെന്നുണ്ടെങ്കിൽ വന്ന് പർച്ചേസ് ചെയ്യാം. അതുപോലെ തന്നെ നാടൻ പീച്ച് ഓറഞ്ച് റോസ് കൊലകുത്തി ഇങ്ങനെ പൂത്ത് കിടക്കുന്നുണ്ടല്ലോ, എന്ത് രസമായിട്ടാണെന്നുള്ളത്. ഇതും സ്റ്റാൻഡിങ് റോസിൽ വരുന്നത് തന്നെയാണ്. ഗല്ലിക്ക റോസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 10 പ്ലാന്റ്സ് അവൈലബിൾ ആണ്. ബാക്കിയുള്ളതൊക്കെ 1-2 പ്ലാന്റ്സ് മാത്രമേ നമുക്ക് അവൈലബിലിറ്റി ഉള്ളൂ കേട്ടോ. പിങ്ക് ബട്ടൺ റോസ് ആയാലും വൈറ്റ് കമ്മൽ റോസ് 2 പ്ലാന്റ്സേ ഉള്ളൂ. അങ്ങനെ കുറച്ച് പ്ലാന്റ്സ് ആണ് നമുക്കിപ്പോൾ സ്റ്റോക്ക് റെഡി ആയിട്ടുള്ളത്. അപ്പോൾ വേണ്ടവർ വേഗം തന്നെ വാട്സപ്പ് ചെയ്യാം കേട്ടോ. താങ്ക്